ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇപ്പം ഞാൻ ജിമ്മിൽ പോവാണ്. ഒരു സാറ്റർഡേ ആണ് ഇന്ന്. അപ്പോൾ ഗൈസ് ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് കാണാം. The sun is shining bright like a colorful aurora. It paints the world in hues of orange and white and more. I'm gonna start packing my bag. I'm leaving all worries behind. Let's go. I need to get my own summer style back. The breeze is playing soft through the palm trees loft. Seen it whisper secrets of each land. The sound of the waves lapping on the beach is like a pleasant melody. Soothe my heart's troubles. Windows down with the wind in my hair. I feel so free. Oh, it's the smell of summer. My summer trip. Take me away, all worries to a place where my heart can play. Under the stars, by the ocean shore, by the vast grasslands. Oh, it's the smell of summer. Dolphins rove, I watch them dance in the ocean's cove. I build a sandcastle high, I touch the summer sky. I sit around a fire, share stories that will never tire. I found the feeling of summer. I fell in love with the feeling of summer. The breeze is playing soft through the palm trees loft. Sing it whispers secrets of each land. Lapping on the beach is like a pleasant melody. Soothe my heart's troubles. Windows down with the wind in my hair. I feel so free. Oh, it's the smell of summer. My summer trip. Take me away. ഗായ്സ്, അപ്പോൾ ജിമ്മ് കഴിഞ്ഞു. ജിമ്മിൽ ഒരു സമ്മർ ഫെസ്റ്റ് എടുക്കും കേട്ടോ. പോയാൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഇത്ര പോയിൻറ്റ്സ് ആയ ഗിഫ്റ്റൊക്കെ ഉണ്ട്. എൻ്റെ കാർഡ് ഞാൻ കാണിച്ചുതരാം. കണ്ടു, ബാക്കി കാണിച്ചു തരാം. എനിക്ക് ഇത്രയും പോയിൻറ്റ്സാണ് ആയത്. അപ്പോൾ ജൂലൈ തൊട്ട് ഓഗസ്റ്റ് വരെയാണിത്. അപ്പോൾ അത് 300 പോയിൻറ്റ്സ് ആയ പ്രൈസ് ഉണ്ട്, 400-നുണ്ട്, 500-നൊക്കെ ഉണ്ട്. ഇത് കുടിക്കാം. ഗൈസ്, അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ബട്ട് ചിക്കൻ മാത്രം കിട്ടിയില്ല ബിരിയാണി വയ്ക്കാനുള്ള. അപ്പോൾ ഇനി റൂമിൽ ചെന്നിട്ട് ലിഡിലിൽ പോയിട്ട് ചിക്കൻ മേടിക്കണം. അപ്പം ഇനി ബിരിയാണി ഉണ്ടാക്കുന്ന കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോവാണ്. ഇത് കുറച്ച് പിമ്പിൾസ് വന്നേക്കാം, എന്താണെന്നറിയില്ല. ഫസ്റ്റ് ഒരെണ്ണം വന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം ഹൈഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിൽ മേക്കപ്പ് ഇട്ടു. പിന്നെ എന്താ ബീച്ച് അങ്ങനത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തു. ഇപ്പോൾ അത് ഒരെണ്ണം മാറി 3 എണ്ണമായി. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കാം. അപ്പോൾ 2 വീക്സ് ഇനി കുറയോ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ടിപ്പാണ്, എന്തെങ്കിലും ആക്നെ വരുവാണെങ്കിൽ അതിൽ തൊടാണ്ടിരിക്കുക. അതും കൂടി പൊക്കോളും. അത് പോകണമെന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വാരി തേച്ചാൽ ഇങ്ങനെ ഡബിളാവും. സോ എൻ്റെ ഒരു ടിപ്പാണ് ഗൈസ്, എപ്പോഴേലും ആവശ്യം വരും. പിന്നെ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ജർമ്മനി വന്നിട്ട് എങ്ങനെയുണ്ട്, ലൈഫൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ഇൻസ്റ്റഗ്രാം കണ്ടും യൂട്യൂബും കണ്ടും ഒരിക്കലും ലൈഫ് ജഡ്ജ് ചെയ്യല്. അപ്പം എനിക്കിവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ അതിൻ്റേതായ കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എനിക്ക് നാട്ടിലാണെങ്കിൽ എനിക്കിഷ്ടമുള്ളത് നടക്കാൻ പറ്റില്ല. നാട്ടുകാരൊക്കെ ഒരേന്ന് പറയും. അപ്പോൾ നിങ്ങളൊരു അത്യാവശ്യം വെൽത്തി ഫാമിലിയിലെ ആൺകൊച്ചാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഞാൻ വേണ്ട. പക്ഷെ
പെങ്കുച്ചാണെങ്കിൽ പോലെ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. ചിലർക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടമില്ല, ചിലർക്ക് ഇഷ്ടമാണ്. എനിക്കിവിടെ അത്ര കുഴപ്പമില്ല. ഇടയ്ക്കിങ്ങനെ വീട്ടുകാരെയൊക്കെ മിസ് ചെയ്യും. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കുറച്ചും കൂടി സുഖമായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ എല്ലാം. ഇവിടെ കുറച്ച് ലൈഫിൽ കുറച്ചുകൂടെ പുറകിലത്ത് പോയാലൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ സ്ഥലത്ത് നിൽക്കണോണ്ടായിരിക്കും കേട്ടോ. ജർമ്മനിയിൽ ബാക്കി സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടി ഡെവലപ്ഡാണ്. ഞാൻ ഒരു പട്ടിക്കാട്ടില്ല. പിന്നെ നിങ്ങളുടെ പാരൻസിനൊന്നും ഒരു കുഴപ്പമില്ല, ആൾക്കാരെന്ത് പറഞ്ഞാലും ഒട്ടും കൺസേൺഡ് അല്ല, ഫുൾ സപ്പോർട്ടീവാണ്. ഫിനാൻഷ്യലിയും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെന്ന് ഞാൻ പറയില്ല. ബട്ട് എൻ്റെ പാരൻസ് അങ്ങനെയല്ല, നാട്ടുകാരൊക്കെ പറയുന്നത് കുറച്ച് എടുക്കും. അപ്പോൾ എനിക്കതുകൊണ്ട് നാട്ടിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് എനിക്കിതൊരു റൈറ്റ് ഡിസിഷനായിട്ടാണ് തോന്നുന്നത്. ഫിനാൻഷ്യലി നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവാം, കുറച്ചുകൂടി ഫ്രീഡം കിട്ടും, ലൈഫ് കുറച്ചുകൂടി നല്ലതാവും. ഞാൻ നാട്ടിൽ 2 മണിക്ക് ഉറങ്ങി ഉച്ചയ്ക്ക് 12 മണിക്ക് എണിച്ചുകൊണ്ടിരുന്ന ആളാണ്. ബട്ട് ഇവിടെ വന്ന് പിന്നെ ഞാൻ ഒരു 8 മണി 9 മണിയാകുമ്പോൾ എനിക്കും ലൈഫിൽ കുറച്ച് ഡിസിപ്ലിൻ വരും. പിന്നെ ഫുഡായാലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ ഇതാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇതാരും സീരിയസ് ആയിട്ട് എടുക്കണ്ട. പിന്നെ വേറെ കാര്യം, ഇവിടെ ഒരു കാറും ഒരു ലൈസൻസോടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഇപ്പോൾ പെട്ടെന്നൊരു ഫുഡൊക്കെ കഴിക്കാൻ രാത്രി തോന്നും, അല്ലെങ്കിൽ ഫിലിമിനൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്, കുറേ ട്രാവൽ ചെയ്യണം. അപ്പോൾ ആ ട്രാവലിൻ്റെ ഇതും കൊണ്ട് നമ്മൾ അത് ക്യാൻസൽ ചെയ്യും. ഇവിടെ സിറ്റിയിലാണെങ്കിൽ ഇവിടുത്തെ ലൈഫ് അത്യാവശ്യം നല്ല. പിന്നെ നിങ്ങൾ ഭയങ്കര ഒരു നാട്ടിനോട് ഇഷ്ടമുള്ള അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടണേ അങ്ങനത്തെ ഒക്കെ ഉള്ള ആളാണെങ്കിൽ എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഇവിടുത്തെ ഫുഡോ എന്ന് വെച്ചാൽ എനിക്ക് ചോറ് കറി നാട്ടിൽ ഫുഡ് വേണമെന്നൊന്നുമില്ല, ഇടയ്ക്ക് കഴിച്ചാൽ മതി. പിന്നെ കുറച്ചൊരു ചോദിച്ചിരിക്കുന്നത് എൻ്റെ കോഴ്സിനെ കുറിച്ചാണ്. ഞാൻ ഇവിടെ മാസ്റ്റേഴ്സാണ് ചെയ്യണേ, MSc ഫൈനാൻസ് ചെയ്യുക. ഞാൻ നാട്ടിൽ ബാച്ചിലേഴ്സ് ചെയ്തിട്ട് വന്ന് BCom പഠിച്ചിട്ട് വന്നു. നാട്ടിലും ഫിനാൻസ് ആൻഡ് ടാക്സ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ 2 വർഷം പഠിച്ചിട്ട് ഞാൻ തിരിച്ചു പോകുന്ന ഓർഡർ. ബട്ട് എനിക്ക് പോകാനങ്ങനെ തോന്നണില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബിൽ ബയോയിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID കൊടുത്തിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ ചോദിച്ചാൽ ഞാൻ അങ്ങനെ അറിയില്ല. യൂട്യൂബിൽ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം, കാരണം എൻ്റെ വീട്ടുകാരൊന്നും എൻ്റെ യൂട്യൂബ് ചാനൽ കാണില്ല. അപ്പോൾ എനിക്കെൻ്റെ തോട്ട്സൊക്കെ ഷെയർ ചെയ്യാം. ഞാൻ വേറെ ഇതൊന്നും പറയാറില്ല ഗൈസ്. ഞാൻ സാധനമൊക്കെ മേടിച്ചപ്പോൾ വീട്ടിൽ പോവാം. ട്രെയിൻ സ്റ്റേഷനിലെത്തി. അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ട്രെയിൻ കുറച്ച് ലേറ്റാണ് ഗൈസ്. അപ്പോൾ ട്രെയിൻ വരാറായി. ഞാൻ ഫ്രീ ആയിട്ടിരിക്കും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇടാട്ടോ. ആകെ കുറച്ച് പേരത് കാണുന്നുള്ളൂ. അപ്പോൾ എനിക്കിഷ്ടമുള്ളതൊക്കെ പറയാമല്ലോ. അപ്പോൾ ഗൈസ് ട്രെയിൻ വന്നു. അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. ബൈ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എത്തി. ചിക്കൻ മേടിക്കാൻ വേണ്ടി ലിഡിൽ പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ഷോപ്പിംഗ് ചെയ്യാൻ എനിക്ക് ഒട്ടും മടിയില്ല. വീട്ടുപണി ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലും വീട്ടിലേക്കുള്ള സാധനം മേടിക്കാൻ എനിക്കിഷ്ടമാണ്. സോ ഗൈസ് സാധനമൊക്കെ മേടിച്ചു. ബട്ട് ഞാൻ വലിയൊരു മിസ്റ്റേക്ക് ചെയ്തു. അവിടെ പോയിപ്പോൾ വേറെ എന്തൊക്കെയോ മേടിച്ചിട്ട് ചിക്കൻ മേടിക്കാൻ മറന്നു പോയി. ലാസ്റ്റ് ഓടിപ്പോയി ചിക്കൻ എടുത്തു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കാണിച്ചു തരാം. യൂഷ്വലി ഞാൻ ഓട്സാണ് കഴിക്കാറ് ബ്രേക്ക്ഫാസ്റ്റിന്. ഇടയ്ക്ക് പാൻ കേക്ക്സ് ഒക്കെ കഴിക്കും. ഇതിന് കിട്ടുന്ന ഒരു ഹൈ പ്രോട്ടീൻ പോറേജാണ്. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് 70 ഗ്രാമിൽ 21 ഗ്രാം പ്രോട്ടീനുണ്ട്. 100 ഗ്രാമിലാണെങ്കിൽ 30 ഗ്രാം. അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന്. ഞാനിത് 70 ഗ്രാം കഴിക്കില്ല, കാരണം 70 ഗ്രാമിൽ ഇത് 290 ഗ്രാം കാലറി ഉണ്ട്, 290 കാലറി ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത് മാത്രം കഴിക്കാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഓട്സ് മിക്സ് ചെയ്യും, കുറച്ച് ഇതെടുക്കും. മാക്സിമം ഒരു 50 ഗ്രാം വരെ ഞാൻ എടുക്കുള്ളൂ. പിന്നെ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ, അത് എനിക്ക് ആപ്പിള് നട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും. ഒരു മാക്സിമം 350 കാലറിയിൽ ഒതുങ്ങുന്ന രീതിയിലായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. അല്ല ഇപ്പോൾ വർക്കൊന്നുമില്ല, ചുമ്മാ വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ കോഫി കുടിക്കും, മടക്ക് എന്തെങ്കിലുമൊക്കെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഇത് ലിഡിൽ കാണുവാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് കേട്ടോ. നല്ലതാണ്.
എപ്പോഴും ഓർക്കും എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ പോയാൽ അത് മാത്രം മേടിച്ച് തിരിച്ചു വരാമെന്ന്. ബട്ട് അറിയില്ല, അവിടെ ചെല്ലുമ്പോൾ മറന്നു പോകും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരും. ഇപ്പം ഇന്ന് കണ്ടപ്പോഴാണ് എന്നാൽ വെക്കാടെ വിളിച്ചേക്കാം, ചിയാ സീഡ് തീർന്നല്ലോ, അങ്ങനെയൊക്കെ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഗൈസ് കടയിൽ പോകുമ്പോൾ? ഡു കമൻറ്റ്. സോ നമുക്ക് വീട്ടിൽ പോകാം. എനിക്കിങ്ങനെ യൂട്യൂബ് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. നിങ്ങൾ കാണുന്നേക്കാൾ കൂടുതൽ ഇത് എൻ്റെ ലൈഫിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ ആയിട്ടാണ് കാണുന്നത്. ഞാൻ ജോലിക്ക് നിൽക്കുമ്പോൾ ഞാൻ സ്വന്തം തന്നെ കാണും. എനിക്കിതൊരു ഫൺ ആയിട്ടാണ്. പിന്നെ ആൾക്കാരുള്ളപ്പൊന്നും ഞങ്ങൾ സംസാരിക്കില്ല കേട്ടോ. ഞാനും ക്യാമറ മാത്രം ഉണ്ടെങ്കിൽ എങ്ങനെ സംസാരിക്കും. സോ ഇവിടെത്തി നമുക്കിനി കുട്ടി പരിപാടികളിലേക്ക് കിടക്കാം. പോകുമ്പോഴും നമ്മൾ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്യാറില്ലേ? അപ്പം ഇന്നത്തെ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്തില്ല. അപ്പം ഇന്നത്തെ ജിമ്മിലെ my new hairstyle. അപ്പം ജിമ്മയിന് വന്ന് ലഞ്ചൊക്കെ കഴിച്ചു. സോ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഷുഗർ കട്ടില്ല, കാരണം ഭയങ്കര ഓവറായിരുന്നു ഷുഗർ തീറ്റ. അപ്പോൾ കുറച്ച് ദിവസം ഒന്ന് കട്ട് ചെയ്യാൻ ഓർത്തു. അപ്പോൾ ഞാൻ കഴിക്കുന്ന സാധനമാണ്. ഞാനിവിടെ എടുത്തേക്കുന്ന സ്വീറ്റ് കോൺ ഇതാണ്, കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇത് ഷുഗർ ഫ്രീ ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് കൂടി. ഇതാണ് ഞാൻ ഷുഗർ കട്ട് ചെയ്യുമ്പോഴുള്ള എൻ്റെ ഡെസേർട്ട്. പിന്നെ ലിഡിലും കൗഫ്ലാൻഡൊക്കെ പ്രോട്ടീൻ പുഡിങ്, ഐസ്ക്രീം പുഡിങ്, അതും ഞാൻ കഴിക്കും. പിന്നെ ഒരു ഷുഗർ ഫ്രീ ജാമുണ്ട്, റവയിലൊക്കെ കിട്ടും, അത് നല്ലതായിട്ട്. നമുക്ക് കഴിക്കാം. സോ ഗായ്സ്, ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ചിന് സ്വീറ്റ് പൊട്ടറ്റോയും ചിക്കനും ആയിരുന്നു. ഗ്രില്ല് സ്വീറ്റ് പൊട്ടറ്റോ പക്ഷേ ഭയങ്കര ഇഷ്ടമല്ല, പൊട്ടറ്റോനേക്കാളും ഇഷ്ടമല്ല, ബട്ട് ഇഷ്ടമാവും. ഫേവറേറ്റ് അല്ല, സോറി. അപ്പം അതൊക്കെ കഴിച്ചു. ഇനി വൈകിട്ടായിരിക്കും ബിരിയാണി ഉണ്ടാക്കും. അപ്പം കാണിച്ചു തരാം ഗൈസ്. മിൻറ്റ് ലീവ്സ് മാത്രം കിട്ടിയില്ല, അപ്പം അത് വാങ്ങാനായിട്ട് ഇടയ്ക്ക് വരാമെന്ന് ഇപ്പം. അപ്പം ഞാൻ അർജൻറ്റീനയുടെ ജേഴ്സിയാണ് ഇട്ടേക്കണേ. ഇതിപ്പോൾ എനിക്ക് ഇതുവരെ ഇടാൻ പറ്റില്ല. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. The sun is shining bright like a colorful aurora. It paints the world in hues of orange and white and more. I'm gonna start packing my bag. I'm leaving all worries behind. Let's go. I need to get my own summer style back. The breeze is playing soft through the palm trees loft. Seen it whisper secrets of each land. The sound of the waves lapping on the beach is like a pleasant melody. Soothe my heart's troubles. Windows down with the wind in my hair. I feel so free. Oh, it's the smell of summer. My summer trip. Take me away, all worries to a place where my heart can play. Under the stars, by the ocean shore, by the vast grasslands. Oh, it's the smell of summer. സോ ഗൈസ്, ഇന്നത്തെ ഡിന്നറിന് ഇപ്പം എനിക്ക് എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കാൻ തോന്നി. അപ്പം ഞാൻ ഒരു ബ്രെഡിന് ഹാഫ് എടുത്തു, കുറച്ച് കഴിഞ്ഞു. പിന്നെ അതിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വെച്ചിട്ട് കഴിക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ബ്രെഡ് ക്രിസ്പായിട്ട് ഞാൻ ഭയങ്കര ഇഷ്ടം. ഓയിൽ വെച്ചിട്ട് ബോയ്സ് നാളെ അർജൻറ്റീനയുടെ കളിയുണ്ട്. ആൻഡ് ഞാൻ ഭയങ്കര നെർവസാണ് കളി കാണാൻ.
എന്താണെന്നറിയില്ല, ഞാൻ അത്ര ഫുട്ബോൾ ഫാനൊന്നുമല്ല. ബട്ട് സോ ഗൈസ്, നാളെ നമുക്ക് ജയിക്കോ തോക്കോന്ന് കണ്ടറിയാം. പിന്നെന്തായിരുന്നു, ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫൈനൽ കഴിഞ്ഞിട്ടുണ്ടാവും. സോ അപ്പം നിങ്ങൾ കാണുമ്പോൾ ഉറക്കല്ല് എന്താണ് ഇന്നും നാളെ എന്നൊക്കെ പറയണമായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് പണിയെടുക്കാം. ദിസ് ഇസ് മൈ കമ്പനി. ഇതെടുക്കാൻ മറന്നോ? ഗൈസ് എവിടേക്കും ഒരു ഹോപ്പ്, ഇനി ജയിക്കണം. പിന്നെ ഡിന്നറിൻ്റെ കൂടെ ഒമേഗ 3 കഴിക്കലുണ്ട് ഞാൻ. ഒമേഗ 3യും പിന്നെ ഏതാ മഗ്നീഷ്യം ആണ് കഴിക്കാറ്. ഈ 2 സപ്ലിമെൻറ്റ്സാണ് ഞാൻ കഴിക്കൽ. സോ യൂഷ്വലി ഡിന്നറിൻ്റെ കൂടെയാണ് ഒമേഗ 3. അപ്പോൾ പിന്നെ മറന്നു പോലല്ലോ. അപ്പം അത്രയുള്ളൂ ഗൈസ്. പോയി തന്നെ. പിന്നെ ഗൈസ് വേറൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ പണിയെടുത്തോണ്ടിരുന്ന ഹാൻസ് അപ്പൂപ്പൻ ഇപ്പോൾ വരാറില്ല. സോ ഞാൻ ഈവനിങ് ഷിഫ്റ്റിൽ ഏറ്റവും മിസ് ചെയ്യണത് ഹാൻസ് അപ്പൂപ്പനെയാണ്. ഭയങ്കര രസമായിരുന്നു, ഫണ്ണായിരുന്നു, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു പണിക്ക് വരുമ്പോൾ. ഈവനിങ് ഷിഫ്റ്റ് ഉള്ളിപ്പാട്ടോ. പുള്ളി ഇവിടെ വർക്ക് ചെയ്യും, ഞങ്ങളിവിടെ വർക്ക് ചെയ്യും. പുള്ളി എപ്പോഴും ഞങ്ങൾ ഹെൽപ്പൊക്കെ ചെയ്യായിരുന്നു. പിന്നെ കുറച്ച് നാളായിട്ട് വയ്യാണ്ടായി, നല്ല വയസ്സായി. പിന്നെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പോവാറ് ഈ അടുത്തൊക്കെ ആയിട്ട്. പുള്ളി കാറിൽ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്യും. ഭയങ്കര നല്ല പുള്ളിയായിരുന്നു. ബട്ട് ഇനി വരുമോ എന്ന് അറിയില്ല. ഇത് പറഞ്ഞു ചിലപ്പോഴേ ഇനി വരുള്ളൂ എന്ന്. അതുകൊണ്ട് ഹാൻഡ്സ് അപ്പൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നു. വ്യാഴാഴ്ചകളിലൊക്കെ പുള്ളി പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിക്കും, എന്നാലും ഞങ്ങൾക്കും തരും. പുള്ളി ബാക്കി വീട്ടിൽ ഗേൾ ഫ്രണ്ടിനും കൊണ്ടുപോകും. ഫണ്ണായിരുന്നു. ഐ റിയലി മിസ് ഹാൻഡ്സ് അപ്പൂപ്പൻ. ഹാൻഡ്സ് അപ്പൂപ്പൻ ഇത് കാണില്ല എന്നെനിക്കറിയാം, കണ്ടാലും മനസ്സിലാവാത്ത പോലില്ല. പക്ഷേ എപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ തന്നെ കാണും. Hidden cove where the dolphins rove. I watch them dance in the ocean's cove. I build a sandcastle high. സോ ഹായ് ഗൈസ്, ഇന്ന് ജൂലൈ 15 എൻ്റെ ഉമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ ഉമ്മച്ചിത് കാണുന്നുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ ഓൾറെഡി കൊടുത്തു. എൻ്റെ സിസ്റ്റർ ദുബായിൽ നിന്ന് വരണ്ടായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി സർപ്രൈസായിട്ട് ഒരു iPhone 17 മേടിച്ചു കൊടുത്തു. കുറേ നാളായിരുന്നു പറയുന്നു എനിക്കൊരു ഐഫോണില്ല അങ്ങനെ പറയായിരുന്നു. അപ്പോൾ എത്ര വയസ്സായി? 48 തോന്നുന്നു, 48 അല്ലെങ്കിൽ 9. അപ്പോൾ ജിമ്മിലൊക്കെ പോയി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് കുറച്ചുകൂടി ഹെൽത്ത് നോക്കി. ഞങ്ങൾക്ക് കുറേ നാൾ കൂടി കാണാനുള്ള. അപ്പോൾ വിഷിങ് യു ഹാപ്പി ബർത്ത്ഡേ സിനി. ഗൈസ് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്നാണ് അർജൻറ്റീനയുടെയും ഇംഗ്ലണ്ടിൻ്റെയും മാച്ച്. അതാണ് ഞാൻ ജേഴ്സിയൊക്കെ ഇട്ടിട്ട്. എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്. എന്നറിയില്ല, എല്ലാവരും പറയുന്നത് ഇംഗ്ലണ്ട് ഭയങ്കര സ്ട്രോങ് ടീമാണ്. പക്ഷെ എനിക്കെപ്പോഴും അർജൻറ്റീന ജയിക്കണമെന്നാണ്. എത്ര സ്ട്രോങ് ടീമാണെങ്കിലും എനിക്ക് അർജൻറ്റീന ജയിച്ചാൽ മതി. ഇത് ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മാച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഫൈനൽ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ജയിച്ചാൽ മതിയായിരുന്നു. ഇന്ന് രാത്രി 9 മണിക്കാണ്. പക്ഷെ എനിക്ക് വർക്കുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇറങ്ങാം വർക്ക് ചെയ്യുന്നു. എന്തായാലും കാണണം. ടെൻഷനാവാം. ഞാൻ അത്ര ഫുട്ബോളൊന്നും കാണുന്ന ഒരാളല്ല, എന്നാലും എനിക്ക് ടെൻഷനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവും റിയൽ ഫുട്ബോളൊക്കെ കാണുന്ന ഫാൻസിൻ്റെ ടെൻഷൻ. ഞാൻ എന്താ സംസാരിക്കുന്ന ആൾക്കാർക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ബൈ. അപ്പോൾ അർജൻറ്റീന ഫാൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ കാര്യമില്ല, ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ആക്കുള്ളൂ. അപ്പോൾ എനിക്കെന്തായാലും അർജൻറ്റീന ജയിക്കണമെന്നുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇന്നലെ സ്പെയിനും ജയിച്ചു. ഇന്നലെ ഫ്രാൻസിൻ്റെ സ്പെയിൻ്റെ കളിയുണ്ടായി. അപ്പോൾ സ്പെയിൻ ജയിച്ചു. എനിക്കതിൽ ആര് ജയിച്ചാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അർജൻറ്റീന ജയിക്കണം. അപ്പോൾ ഗൈസ് സ്ട്രീം വരാറായി. ബൈ. I touch the summer sky. I sit around a fire, share stories that will never tire. I found the feeling. Los rangos, el rey ya llegó. Tácala dentro do tácala dentro do baile. Tácala dentro do baile. Taca lá dentro do baile.
ഗൈസ് അടുത്ത ഫ്രൈഡേ ആയി. അപ്പോൾ ജിമ്മിൽ പോവാം. ഐ ഫീൽ മോർ പ്രൊഡക്റ്റീവ് രാവിലെ തന്നെ ജിമ്മിൽ പോവുകയാണെങ്കിൽ. സോ ഞാൻ പോവാണ്, ജിമ്മിൽ പോയിട്ടാണ്. with the feeling of summer. The breeze is playing soft through the palm trees loft. Seem that whispers secrets of each land. The sound of the waves lapping on the beach is like a pleasant melody. Soothe my heart's troubles. Windows down with the wind in my hair. I feel so free. Oh, it's the smell of summer. My summer trip. Take me away. Take me. ഞാനൊരു ഓമന പെങ്ങളാടാ. My trip.